ഹലോ നമസ്കാരം, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ അലീനയും ടീമും ഗ്രീസം ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പോകാൻ കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ആൻറ്റി എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന്. അങ്ങനെ മാമച്ചങ്ങൾ പറയുന്നുണ്ട്, ഇത്ര രാവിലെ ഇറങ്ങണോ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോയാൽ പോരേ. അന്നേരം അലീന പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നിങ്ങൾ പറയും ഉച്ചക്കത്തെ ലഞ്ചും കൂടി കഴിച്ചിട്ട് പോയാൽ പോരേന്ന്. അന്നേരം ഗ്രീസം ആൻറ്റി പറയുന്നുണ്ട്, അത്രയും നേരം നിങ്ങളിവിടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയാണ്. നിങ്ങൾ ഇത്രയും പേരും പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നുകയെന്ന് പറയാണ് ഗ്രീസം ആൻറ്റി. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ആൻറ്റിയും അങ്കിളും രേവതിക്കുട്ടീനെയും കൂട്ടിയിട്ട് ഒരു ദിവസം അങ്ങോട്ടേക്ക് വാന്ന് പറയാണ്. അന്നേരം ഗ്രീസം ആൻറ്റി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു തവണ അങ്ങോട്ട് വന്നേലേ എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അന്നത്തെ സിറ്റുവേഷനല്ല ഇന്ന്, അന്ന് നിങ്ങളൊന്നും നേരെ കണ്ടുപോലുമില്ല, ഇപ്പോഴല്ലേ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടതെന്ന് പറയാണ്. എന്നിട്ട് ഗ്രീസം ആൻറ്റി പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ വരുമ്പോൾ അലീന അവിടെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അത് ചേച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഇനി ഞങ്ങൾ പറഞ്ഞാലൊന്നും ചേച്ചി കേൾക്കത്തില്ല എന്ന് പറയാണ്. അന്നേരം മാമച്ചൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ വിചാരിച്ചാൽ മതി, അലീന അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, അത് വിചാരിക്കേ വേണ്ട അങ്ങളെ, അമ്മ തോറ്റു കൊടുക്കത്തേ ഇല്ല എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, തോറ്റു കൊടുക്കേണ്ട, എല്ലാവരും ജയിക്കട്ടെ, ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുത്താലല്ലേ മറ്റുള്ളവർ ജയിക്കും എന്ന് പറയാണ്. അന്നേരം മാമച്ചങ്ങൾ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് ശരിയാണ് എന്ന് പറയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടി എവിടെ പോയി, കാണാനില്ലല്ലോ എന്ന്. ആ സമയത്തൊക്കെ രോഹിത് നോക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി എവിടെ പോയി എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, നമ്മളെ ഇറങ്ങുന്നതിൻ്റെ വിഷമമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവളെ താഴേക്ക് വരാത്തതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, കാറിൻ്റെ ചാവി റൂമിലാന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ മേലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. കയറി പോകുന്ന സമയത്ത് സ്റ്റെയറിൻ്റെ അവിടെ രേവതിക്കുട്ടി നിൽപ്പുണ്ട്. എന്നിട്ട് രേവതിക്കുട്ടി വിളിക്കുക കേട്ടോ, എവിടേക്കാ, ഇതെടുക്കാനാണോ ചാവി എടുക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചാവി. എന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, നീ എടുത്തു വെച്ചിരിക്കുകയാണോ ചാവി, ഞാൻ വരാൻ വേണ്ടിയിട്ട് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതെ ആണെന്നൊക്കെ പറയാണ്. എന്നിട്ട് രോഹിത് കൈ നീട്ടുക കേട്ടോ ചാവിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് രേവതിക്കുട്ടി കൊടുക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അത് കണ്ടപ്പോൾ വിചാരിച്ചു താൻ വെറും മോശടനാണെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഇപ്പോൾ ആ വിചാരമൊക്കെ പോയോ എന്ന് പറയുന്നുണ്ട്. ആ അതൊക്കെ മാറി, ഇനി ഇങ്ങനെ തന്നെ പോയാൽ മതി, രേവതി ചേച്ചിക്ക് പറ്റിയ ആങ്ങള തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയാണ്, ഞാനും വരുന്നു താഴേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും താഴേക്ക് വരിക കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ രോഹിത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി അലീനയുടെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഇവളെയും തപ്പിയെടുത്തതാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്നാരും തപ്പിയെടുത്തൊന്നുമല്ല, ഞാൻ ഈ ചാവി വരെ തപ്പിയെടുത്ത് കൊടുത്തതാണെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ഇറങ്ങാൻ ഒരുങ്ങുക കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഇനി ഒന്നും എടുക്കാനൊന്നുമില്ലല്ലോ, എല്ലാം എടുത്തില്ലേ എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇനി എടുക്കാനുണ്ടെങ്കിൽ തന്നെ ഇനി ഇപ്പോൾ ഒന്നും തരില്ല, ഇനി വേണമെങ്കിൽ അടുത്ത തവണ വന്നാലേ തരൂ എന്ന് പറയാണ്. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ അടുത്ത തവണ വന്നില്ലെങ്കിലോ എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയണ്ട, ഇപ്പോൾ ഏതായാലും തരില്ല, അടുത്ത പ്രാവശ്യം വന്നാലേ തരൂ എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, നോക്കാം കിട്ടുമെന്ന് പറയാണ്. എന്നിട്ട് എല്ലാവരും യാത്ര ചോദിച്ച് ഇറങ്ങുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും ഗോവർദ്ധനും സ്റ്റാലിൻ ജോസഫിൻ്റെ അടുത്തേക്ക് എത്താറായി കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമ്മളെ ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷൻ എത്താറായി എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, നമുക്ക് ആരോടെങ്കിലും അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചായക്കടയുടെ അടുത്ത് നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ചായക്കടക്കാരൻ പറയുന്നുണ്ട്, സ്റ്റാലിൻ ജോസഫ് അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് ചാരായ എന്തെങ്കിലും വേണമെങ്കിൽ വേറൊരു ആർമിക്കാരുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർ കറക്റ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ, സ്റ്റാലിൻ ജോസഫ് പട്ടാളക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അവർ പറയുന്നത്, ഏത് കുറേ നായ്ക്കളൊക്കെയുള്ള ചായക്കടക്കാരൻ പറയുന്നുണ്ട്, അയാൾ ആരോടും സംസാരിക്കുകയൊന്നുമില്ല, ഇതിലെ രാവിലെ ജീപ്പ് എടുത്തിട്ട് പോകുന്നത് കാണാം, ആരോടും സംസാരിക്കുകയൊന്നുമില്ല എന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അയാൾ നമ്മളെ കണക്കത്തെ മനുഷ്യന്മാരല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചായക്കടക്കാരൻ പറയുന്നുണ്ട്, അയാൾ മനുഷ്യനൊന്നുമല്ല, ഞങ്ങളോട് ആരോടും സംസാരിക്കാറൊന്നുമില്ല, 24 മണിക്കൂറും തണ്ണിയാണ് എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവർക്ക് കുടുംബമൊന്നുമില്ലേന്ന്. അന്നേരം ചായക്കടക്കാരൻ പറയുന്നുണ്ട്, അവർക്കൊരു ഭാര്യയും 2-3 കുട്ടികളും ഉണ്ട്, അവരൊക്കെ ഇട്ടിട്ട് പോയതാണ്, ഇങ്ങനെയല്ലേ സ്വഭാവം എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പട്ടികളോട് പെരുമാറുന്നവരെ മനുഷ്യന്മാരോട് പെരുമാറിയ ആരെങ്കിലും അവരുടെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാടോ പേടിക്കുന്നത്, അവർ നമ്മളെ കണക്കത്തെ മനുഷ്യരല്ലേ എന്ന് പറയാണ്. അന്നേരം ചായക്കടക്കാരൻ പറയുന്നുണ്ട്, അവരുടെ കയ്യിൽ തോക്കുണ്ട്, റിവോൾവർ ഉണ്ട്, കൈത്തോക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ഗോവർദ്ധന് നല്ല പേടിയുണ്ട് കേട്ടോ. എന്നിട്ട് ചായക്കടക്കാരൻ പറയുന്നുണ്ട്, പണ്ട് അവർ ആൾക്കാരെ കൊന്നിട്ട് പോലും ഉണ്ട് എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് പട്ടാളത്തിലല്ലേ,
അയാൾക്ക് എല്ലാവരും ശത്രുക്കളാണെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അയാൾ ഒറ്റക്കാണ് അവിടെ താമസം എന്ന് പറയാണ്. അന്നേരം ചായക്കടക്കാരൻ പറയുന്നുണ്ട് 2-3 പണിക്കാരുണ്ട്, അവർ ജീവൻ പണയം വെച്ചിട്ട് അവിടെ കഴിയുന്നതെന്ന് പറയാണ്. എന്നിട്ട് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാൾക്കും ചായ കുടിക്കുക കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനം പറയുന്നുണ്ട് നമുക്കിനി അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഗോവർദ്ധനം കാറിൽ തന്നെ ഇരുന്നാൽ മതി, പേടിയാവുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി എടുത്തിട്ട് പോവുക കേട്ടോ. അങ്ങനെ അലീനയും ടീമും അവരെ വീട്ടിലെത്താറായി കേട്ടോ. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം പറയണം, പിന്നെ ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് ഒന്നും വേണ്ട, നമുക്ക് മൂന്നാറേക്ക് വണ്ടി വിട്ടാലോ. എന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട് എന്തേ വട്ടായോ എന്ന് വയ്ക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് വീട്ടിലേക്ക് പോയാൽ മുഴുവൻ വട്ടാവും, നമുക്ക് മൂന്നാറൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് ആനുവൽ എക്സാം വരാറായി, പഠിക്കണ്ടേ. എന്നിട്ട് അലീന പറയുന്നുണ്ട് കൃഷ്ണമോളെ നീ ഒന്ന് അച്ഛനെ വിളിച്ച് നോക്ക്, എവിടെ എത്തിയെന്ന് അറിയാലോ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തോടെ അപ്പോൾ ആരും യോജിക്കുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണമോള് ബാലചന്ദ്രനെ വിളിക്കുക കേട്ടോ. വിളിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് നമ്മൾ വാഗമൺ പോവാണ് എന്നൊക്കെ പറ്റിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വീടെത്താറായി, അച്ഛൻ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ശരി എന്നാൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും വേണോ, ഐസ്ക്രീമോ വട ലൈം ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും വേണോ ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് വേണമെന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് ഇനി ഒന്നും കിട്ടൂല, നമ്മൾ ഷോർട്ട് കട്ട് വഴി ടൗൺ ടച്ച് ചെയ്യാണ്ട് പോവാമെന്ന് പറയാണ്. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ചോദിച്ചതെന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് വെറുതെ ഒന്ന് കൊതിപ്പിക്കാൻ പറഞ്ഞതാന്ന്. അങ്ങനെ എല്ലാവരും ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഗേറ്റിൻ്റെ അവിടുന്ന് രോഹിത് പറയുന്നുണ്ട് ഒന്ന് ഗേറ്റ് തുറക്കടി കൃഷ്ണമോളെ എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് എനിക്ക് വയ്യ, ബബിതേച്ചി തുറക്കുമെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് വേണ്ട ഞാൻ തുറക്കാമെന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് വേണ്ട ഞാൻ തുറന്നോളാം എന്ന് പറയാണ്. അന്നേരം ബബിതയും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട് ആദ്യം തന്നെ അലീന ചേച്ചിയോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഗേറ്റും തുറന്ന് അവർ വീടിൻ്റെ അടുത്തേക്ക് വരുക കേട്ടോ. അങ്ങനെ വണ്ടി ഇറങ്ങാട് രോഹിത് പറയുന്നുണ്ട് എല്ലാ സാധനവും എടുത്തു വെച്ചോ, പിന്നെ വണ്ടി പോയാൽ ആ സാധനം കിട്ടിയില്ല ഈ സാധനം കിട്ടിയില്ല എന്ന് പറയണ്ടെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് ചാവി മറന്നു വെച്ച ആളാണ് ഈ പറയുന്നേ പറയാണ്. അങ്ങനെ എല്ലാവരും വീടിനകത്തേക്ക് പോകുക കേട്ടോ. വാതിലും തുറന്ന് കയറി അങ്ങനെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് ചായ വേണോ ലൈം വേണോ എന്ന്. എന്നിട്ട് പറയുന്നുണ്ട് ആദ്യം ചായ പിന്നെ ലൈം എന്ന് പറയുന്നുണ്ട്. പിന്നെ അലീന പറയുന്നുണ്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്നിട്ട് ഉണ്ടാക്കി തരാം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ.